നിങ്ങളുടെ സെക്ഷൽ ലൈഫ് എങ്ങനെയായിരിക്കും? ബലഹീനത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില കമന്റുകളൊക്കെ അറിയോ? നിറം, ഉയരം, ഞാൻ പുള്ളിക്കത്തി തമ്മിലുള്ള എങ്ങനെ കിട്ടി, കുറച്ചുകൂടെ കാലത്തിരുന്നെങ്കിൽ ബോഡി ഷേമിങ് ചെയ്യുന്ന ചില സംഭവങ്ങളൊക്കെ. നമ്മള് റീൽ ചെയ്തിട്ട് കഴിഞ്ഞാല് റീലിനെ വെച്ചിട്ട് ഇതെന്താ ചെയ്തിരിക്കുന്ന റീലും നിങ്ങളോട്ട് യാതൊരു ബന്ധമില്ല അങ്ങനെയുള്ളതൊക്കെ കാര്യം പറഞ്ഞു. താങ്കൾ എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഞാന് ഇപ്പോഴാണ് ഞാൻ ഇത്ര ഫാറ്റി ആയത്. ഞാനും 2 വട്ടം മിസ്റ്റർ കേരള അടിച്ചിട്ടുണ്ട്. ഒരു 1.5 വർഷമായിട്ട് ജിമ്മും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഫുഡാണല്ലോ, അതിൻ്റെതായിട്ടുള്ള ഫാറ്റ് ആയതുകൊണ്ട്. ഞാൻ ജർമ്മൻ പഠിക്കണം, പിന്നെ അബ്രോഡ് പോകാൻ തയ്യാറാവണം. അബ്രോഡ് പോകാൻ പിന്നെ പാസ്പോർട്ട് എടുത്താല് ജർമ്മൻ പഠിക്കാറുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേക്കണ പഠിക്കാൻ. ഞാൻ പറഞ്ഞു ജർമ്മൻ പഠിക്കാൻ താല്പര്യമില്ല. ജർമ്മൻ പഠിക്കാറുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ പഠിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഈ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അതങ്ങനെ എനിക്ക് ജർമ്മൻ പഠിക്കുന്ന ഒരാളിനാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് ജർമ്മൻ പഠിക്കാൻ താല്പര്യമില്ല. വെൽക്കം ടു ഇൻഫ്രെയിം മീഡിയ. നിഖിൽ ആൻഡ് വിഷ്ണുപ്രിയ. താങ്ക് യു. എന്തൊക്കെയാണ് നിങ്ങളുടെ പുത്തൻ വിശേഷങ്ങള്? വിശേഷം എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റ് 20-നായിരുന്നു. ഇപ്പം 5 days ആയിട്ടേ ഉള്ളൂ. ഇനി അടുത്ത് മാരേജിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ തന്നെ തുടങ്ങിയത് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ ആരാണെന്ന് ഇപ്പൊ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കേരളക്കരയിലെ ഒരു പകുതി ആളുകൾക്കും കംപ്ലീറ്റ് ട്രോളന്മാർക്കും ട്രോളാൻ പറ്റിയ കണ്ടന്റാണ്. അതിന് 2 പേരെ പറ്റിയും പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. 1 സ്പൈഡർമാനും 2 ബൈക്കറും. ഇവര് 2 എനിക്കറിയാൻ പാടില്ല. അവരുടെ വീട്ടിൽ ആരെയും പറയുന്നില്ല. അതുപോലെ പറഞ്ഞ കമന്റ് നമ്മളല്ല കേട്ടോ, ബാക്കി നമുക്കറിയാൻ പറ്റുന്നത്. ഇതേപോലെ പൊങ്കാല ഇട്ട് കഴിഞ്ഞ എന്നിട്ട് ഓരോന്നിനും പിന്നെ വീഡിയോ ഇടുന്നത് നോക്കിയിരിക്കും. അപ്പൊ ഒരു കമന്റ് ഇന്നലെ കണ്ടു, ഇതിനകത്ത് തന്നെയാണോ കമന്റ്സ് ആണ് ഹേർട്ട് ചെയ്യുന്ന കുറച്ച് കമന്റ്സ് കണ്ടായിരുന്നു. തമാശ കാര്യത്തിലോട്ട് ബോഡി ഷേമിങ് ചെയ്യുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മള് റീൽ ചെയ്തിട്ട് കഴിഞ്ഞാല് റീലിനെ വെച്ചിട്ട് ഇതെന്താ ചെയ്തിരിക്കുന്ന റീലും നിങ്ങളോട്ട് യാതൊരു ബന്ധമില്ല അങ്ങനെയുള്ളതൊക്കെ. ഇത് നമ്മുടെ ബലഹീനത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില കമന്റുകളൊക്കെ, നിറം, ഉയരം, ഞാൻ പുള്ളിക്കത്തി തമ്മിലുള്ള എങ്ങനെ കിട്ടി, കുറച്ചുകൂടെ കാലത്തിരുന്നെങ്കിൽ വേറെ നല്ല ആളിനെ കിട്ടത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ കമന്റുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇന്നും അപ്പൊ ഈ ഒരു കേസ് കേട്ടത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം അങ്ങനൊരു ആരെങ്കിലും ഇപ്പം നിങ്ങൾ 2 പേരും സെയിം ഒരേ ഇതിലുള്ളവരാണ്, ഇതല്ലാതെ വിഷ്ണുപ്രിയക്ക് ഇപ്പം ഒരു കുറെ നല്ല ഹൈറ്റ് ഉള്ള അങ്ങനെ എന്തെങ്കിലും പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മുടെ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസബിലിറ്റി എപ്പോഴും ഡിസബിലിറ്റി, അത് നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. ഒരു 100 പേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസബിലിറ്റി പേഴ്സൺ ആണെങ്കിൽ കുഴപ്പമില്ല, മനസ്സാണ് മെയിൻ, അവരുടെ ക്യാരക്ടറാണ് മെയിൻ. അവർക്ക് നമ്മൾ എങ്ങനെയാണോ അതാണ് മെയിൻ എന്ന് നോക്കുന്ന ആൾക്കാർ 2 പേര് ഉണ്ടാവൂല. അങ്ങനെ ആരെയും കിട്ടുവാണെങ്കിൽ അവർ ലക്കാണ്. അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. പക്ഷെ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന്റെ എൻഡ് മാരേജ് ആണെന്ന് ഉള്ള ഇത് വരുമ്പോഴത്തേക്കും അവർ സ്വയം എന്തെങ്കിലുമൊക്കെ ഇത് പറഞ്ഞിട്ടങ്ങ്. ഇത് ഞാൻ ചോദിച്ചത് വേറൊന്നിനുമല്ല, ഈ കമന്റ് ഇടുന്നവർക്ക് അവര് മനസ്സിലാക്കുന്നില്ല എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ എന്താന്ന് മനസ്സിലാക്കുന്നില്ല. അല്ല, അവരുദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അവരുടെ കമന്റ് കൊണ്ട് മറ്റുള്ളവരുടെ റിയാക്ഷൻ ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വേദന ഉണ്ടാക്കുന്നു അല്ലെ നമ്മള് നാക്കടത്ത് ശപിക്കുന്നല്ല. ആ കമന്റ് കൊണ്ട് അവരുടെ അക്കൗണ്ട് മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കപ്പെടണം. ചിലര് ആ കമന്റ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു കമന്റിന് ലൈക്സും വരുന്നുണ്ട്. 200, 300, 500 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊരു മാനസിക രോഗമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാണ്ട്. അപ്പൊ നമ്മൾ ചില വീഡിയോസ് കാണാൻ ചിന്തിക്കുന്നോ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ഇടുന്ന ഒരു സപ്പോർട്ട്. പക്ഷെ ഇപ്പൊ ചിന്തിക്കുന്നത് എന്തിട്ടാലും നെഗറ്റീവാ. അത് നെഗറ്റീവ് ഇടുന്നവർക്ക് അതൊരു ജോലിയാ. സ്വന്തമായിട്ട് ഫോട്ടോ ഇല്ല, ഐഡി ഇല്ല, മറ്റേ അവരുമായിട്ട് അവരെ തിരിച്ചറിയാനെ കൊണ്ട് ഒരു ചിലപ്പോ ഫേക്ക് ഐഡി ഐഡിയ. പിന്നെ എങ്ങാനും ഒരു 100, 100, 200 അങ്ങാണായിരിക്കും ഒറിജിനൽ ഐഡി എന്നൊക്കെ ചില കമന്റുകളൊക്കെ വരും.
അത് ഒന്നെങ്കിൽ അവരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പഠിച്ചു വന്ന പാഠം അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ ഇതിനെ ഏത് രീതിയിൽ അത് പോസിറ്റീവായിട്ട് എടുക്കാറുണ്ടോ, ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്നത്? ആ കമന്റ്സ് നോക്കി അറിയാം, ഞാൻ നന്നായിട്ട് റിയാക്ട് ചെയ്യും, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ. പിന്നെ 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 ഞാൻ ചിന്തിക്കും ഇടട്ടെ. അതും ആക്ച്വലി ഇവര് ഈ ഇടുന്ന നെഗറ്റീവ് കമന്റ്സ് കൊണ്ടല്ലേ നമുക്ക് റീച്ച് കിട്ടുന്നേ. എപ്പോഴും പോസിറ്റീവ് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ പോരല്ലോ, നെഗറ്റീവ് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിടട്ടെ, ചുമ്മാ ഒരു രസമല്ലേ, അത് എൻജോയ് ചെയ്തിരിക്കുന്നവർക്ക് അതൊരു കുഴപ്പമില്ല. പിന്നെ കൂടുതൽ പേരും ഓപ്പൺ ആയിട്ട് ചോദിക്കാം എത്തി നോക്കുന്നത് നിങ്ങളുടെ സെക്ഷൽ ലൈഫ് എങ്ങനെയായിരിക്കും, ഇതായിരിക്കും. ഇപ്പൊ കമന്റ് ബോക്സിലാണെങ്കിലും കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങൾ വരുന്നത് ആ കാര്യത്തിലായിരിക്കും. ഇതില് നിങ്ങൾ അത്യാവശ്യം ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നവരാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതിലൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അയ്യോ അതല്ല ഉദ്ദേശിച്ചത്. നോർമൽ പേഴ്സൺസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എല്ലാവരും. അതിലൊന്നും ഒരു ദൈവം ഒരു സൃഷ്ടി തോണ്ടി തോണ്ടി ചോദിക്കുന്നവരുണ്ട്. ദൈവം ഒരു സൃഷ്ടി ഭൂമിയിലേക്ക് ഉണ്ടാക്കുമ്പോ അതിന്റെ എല്ലാ പ്രോസസ്സും എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓൾറെഡി തന്നെ ഉണ്ടാവുമല്ലോ. അതിന് ഇന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ, ഇന്ന കാറ്റഗറി അല്ല. ഞാൻ കേട്ടിരിക്കട്ടെ, നമ്മള് പരസ്പരം ഇഷ്ടപ്പെട്ട രണ്ടുപേര് ജീവിതാവസാനം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂട്ടായിട്ടിരിക്കാനല്ലേ ആദ്യം പഠിക്കുന്നത്. പിന്നെ അല്ലേ ഈ കൊച്ചുങ്ങളും പിന്നെ കൂട്ടുകുടുംബമൊക്കെ ആവുന്നത്. അതില്ലാതെ എത്രയോ പേര് ഇരിക്കുന്നത്. എല്ലാവരും ആദ്യ ചോദ്യം ചെല്ലുന്നത് അതിലേക്കാ. അതിപ്പം നിങ്ങളല്ലെങ്കിലും ഏതെങ്കിലും തരത്തില് ഇപ്പൊ ഡിസബിലിറ്റി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആവാം, ഫസ്റ്റ് ഇവരെങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെയുള്ളവരാണെങ്കിലും ഫസ്റ്റ് ചിന്ത പോകുന്നത് ഈ ഒരു കാര്യത്തിലേക്കായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ കമന്റ് ബോക്സിലാണെങ്കിലും പിന്നെ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴേ ഇങ്ങനെ ആയിരിക്കും. അല്ല, കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ പോലും നോർമലി ഇപ്പൊ നല്ല അടുത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും മനസ്സിൽ ചോദ്യം വരും, എങ്ങനെ അത് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് ചോദിക്കുമായിരിക്കാം. ചോദിച്ചാലും ഇല്ലേലും നമ്മുടെ മറുപടി ഇത്രേ ഉള്ളൂ, നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ്. ഇഷ്ടപ്പെട്ടവരായതുകൊണ്ട് ഒരിക്കലും പിരിയാൻ പറ്റില്ല. അപ്പൊ അതൊരു കാരണം കൊണ്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? അതുമില്ല. അതൊരു റീസൺ അല്ല. അതുണ്ടെങ്കിൽ വിവാഹം കഴിക്കാവോ, ഒരുമിച്ച് മുമ്പോട്ട് ജീവിക്കാവോ? മനസ്സിൽ ഇഷ്ടപ്പെട്ടോ, നമുക്ക് ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവുന്ന വാക്ക് തന്നിട്ടുണ്ടോ? എനിക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട കഥയൊക്കെ കേട്ടായിരുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ടി ഒരിക്കൽ കൂടി ചെറുതായിട്ടൊന്ന് പറയാമോ? ഞങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു. അതിനുശേഷം ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ലിറ്റിൽ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാനും മെമ്പറായിരുന്നു. ഒരു 1 വീക്കൊക്കെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ലെഫ്റ്റ് അടിച്ച് മാറിയതിൽ നിന്ന്. ഇവരുടെ അതിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം അതിൽ നിന്നൊരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ഡീപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്നാണ്. അതൊരു 6 വർഷമായി. അതിനുശേഷം ഒരു 3.5 ഇയേഴ്സ് മുന്നേ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു ആള്. അന്നേരം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നു, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഫ്രണ്ട്ഷിപ്പ് നിൽക്കുമല്ലേ, അത് ഒന്നും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല, എസ്സും പറഞ്ഞില്ല, അതങ്ങനെ അങ്ങ് സ്കിപ്പ് ചെയ്ത് വിട്ടു ആള്. പക്ഷെ ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മളിപ്പോൾ നോ പറയുന്നുണ്ടെങ്കിലും അതിനൊരു റീസൺ വേണം, എസ് പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു റീസൺ വേണം. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു. പക്ഷെ ആള് എനിക്ക് ആലോചിക്കാനുള്ള ടൈം തരാതെ വേറൊരു റിലേഷനിലോട്ട് പോയി. അന്നേരം അത് ഞാൻ അറിയുകയും ചെയ്തു. കാരണം ആ ഗ്രൂപ്പിൽ എനിക്ക് തന്നെ ആളുടെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ അതിലുണ്ട്. അപ്പോൾ അറിഞ്ഞു. ആ റിലേഷൻ ബ്രേക്കപ്പ് ആയി വീണ്ടും വേറൊരു റിലേഷനിൽ പോയി. ആ സെക്കൻഡ് റിലേഷൻ കുറച്ച് അവർക്ക് ഡീപ്പായിരുന്നു. കാരണം വീട്ടിലൊക്കെ എല്ലാം ഇതാക്കിയതിന് ശേഷം ഒരു ബന്ധത്തിൽ നിൽക്കാൻ പറ്റുന്നില്ലാണ്ട് ഒരു മാരേജിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മ്യൂച്വലായിട്ട് അങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ച് ഹാപ്പി ആയിട്ട് അത് എൻഡ് ചെയ്തു. അതിനുശേഷം ആൾക്ക് മാത്രമായിട്ട് 1 സൈഡ് ആയിട്ടൊരു റിലേഷൻ വന്നു, 3rd ടൈം. അന്നേരം ആ റിലേഷൻ വന്നപ്പോഴത്തേക്ക് ഞാന് എന്റെ കണക്കെടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ 99% ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. 80% ഏകദേശം ഒക്കെ ഓക്കെ ആയിരുന്നു. ബാക്കി ഒരു 10% 1 സൈഡ് ആയിരുന്നു. പിന്നെ പുറകിന് പോയി ചെരുപ്പിനേറി ഒരു രീതിയായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അപ്പം നിങ്ങൾ ഈ ഗ്രൂപ്പ് ആ ഒരു ടൈപ്പിലുള്ളതാണോ, അതല്ല ഇപ്പൊ ഹൈറ്റ് ഉള്ള ഗേൾസിനെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മാത്രം, അങ്ങനെയുള്ളത് മാത്രം നോക്കി? കേരളത്തില് ഇപ്പൊ ഞങ്ങളിപ്പോ ഒരുപാട് സംഘടനകൾ വന്നിട്ടുണ്ട്. അല്ല, ആ ഒരു ഇതിന്ന് തന്നെയാണോ നോക്കിയേക്കുന്നത്, അല്ലാതെ പുറമെ അങ്ങനെ ഒരാളോട് ക്രഷ് തോന്നിയിട്ടില്ല? എനിക്കോ? ഹൈറ്റ് ഉള്ളവരോടും ക്രഷ് തോന്നിയിട്ടുണ്ട്. അവരാളുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ
ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏ പക്ഷേ ആള് അവസാനം വന്നപ്പോ ഉണ്ടല്ലോ ഒരു 3-4 മാസം പ്രേമമായിരുന്നു. ആ അത് വെറുതെ ചാറ്റിലൂടെ ഭയങ്കര ഒരു എനിക്ക് വലിയ ഇഷ്ടം തോന്നില്ല, നല്ല ഫ്രണ്ടായിരുന്നു. അപ്പൊ ആളിങ്ങനെ ഇത് വന്നിട്ട് പറഞ്ഞ് ഞാൻ ചേട്ടനോട് ചാറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് എന്താ, എനിക്ക് ചേട്ടനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചാറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അതിനെന്ത് ഇഷ്ടമുള്ളതുകൊണ്ടല്ലോ, ഇഷ്ടമല്ലാത്ത ആരോടെങ്കിലും ആരെങ്കിലും ചാറ്റ് ചെയ്യും, അങ്ങനല്ല എനിക്ക് കൂടെ ജീവിച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. കൂടെ ഞാൻ പറഞ്ഞ അത് കൊള്ളാലോ, താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടനെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇത് പറഞ്ഞ ആളൊരു 1.5 മാസം കഴിഞ്ഞപ്പോ ആൾ അടുത്ത മറുപടി പറയുന്നത് ഞാൻ ജർമ്മൻ പഠിക്കണം, പിന്നെ അബ്രോഡ് പോകാൻ തയ്യാറാവണം. അബ്രോഡ് പോകാൻ പിന്നെ പാസ്പോർട്ട് എടുത്താല് ജർമ്മൻ പഠിക്കാറുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരി വരക്കണ പഠിക്കാൻ. ഞാൻ പറഞ്ഞു ജർമ്മൻ പഠിക്കാൻ താല്പര്യമില്ല. ഇതൊക്കെ അറിയോ? ജർമ്മൻ പഠിക്കാറുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ പഠിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഈ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അതങ്ങനെ, എനിക്ക് ജർമ്മൻ പഠിക്കുന്ന ഒരാളിനെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് ജർമ്മൻ പഠിക്കാൻ താല്പര്യമില്ല. ജർമ്മൻ പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ പേര് ഫ്രണ്ടാട്ടോ ആള് പറഞ്ഞ്. കാരണം ആളിന്റെ സ്വപ്നങ്ങൾ അതൊക്കെയായിരുന്നു. ജർമ്മൻ ആളിന് അവിടെ തന്നെ സെറ്റിൽ ആവുക, ഇച്ചിരി ക്യാഷ് ചെയ്യുമ്പോ അപ്പൊ ആളിന് അവിടെ തന്നെ സെറ്റിൽ ആവുക, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം. ഞാൻ ഇതെല്ലാം മുടിച്ചു വെക്കുന്ന എന്റെ ഏറ്റവും വലിയ സുഹൃത്തുണ്ടായിരുന്നു, സിനിമയിലൊക്കെ ഉള്ള ആളാ വിജയ്സ് എന്ന് പറഞ്ഞത്. ഞാൻ പുള്ളിക്കാരനോട് എല്ലാം പറയും. അവസാനം ഞാന് ഇയാളുടെ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇത് നല്ലൊരു കുട്ടിയാണ്, അത് ശരിയാ, നല്ലൊരു കുട്ടിയാണ്, കണ്ടിട്ട് അസൂയ നിന്നോട് തോന്നുന്നു, നീ കെട്ടിക്കോ, വേറെ ഒന്നിനും നോക്കണ്ട, നല്ലൊരു കുട്ടി. എല്ലാവരും അങ്ങനെ പറയാറുണ്ടോ? പക്ഷെ ഞാൻ പുള്ളി പറയുന്ന ഏത് കാര്യവും ഞാൻ ഫൈനലാണെന്ന് തന്നെ തീർപ്പാക്കുന്ന ഒരാള്. കാരണം എന്നെ പോലത്തെ ആള് തന്നെയാണ് പുള്ളി. പുള്ളി സിനിമയിലാന്നേരം മറ്റേ ഇങ്ങനെ ഞാനിപ്പോ ഒരു ഇമോഷണൽ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇട്ടാൽ പോലും എന്നെ വിളിച്ചിട്ട് തെറി പറയും, നീ എന്തിനാ അതങ്ങനെ ഇട്ടേക്കുന്നത്, എന്ത് വർഷമാണ്. കാരണം ആദ്യം ഒരു ഇയാളുടെ ഇഷ്ടം പറഞ്ഞതിന് ശേഷം ഞാൻ വേറെ ലിസ്റ്റിൽ പോയെന്ന് പറഞ്ഞില്ല, അതിന്റെ ബ്രേക്കപ്പ് എന്നെ കുറെ ഭയങ്കരമായിട്ട് പല രീതിയിലും പല വാക്കുകളായിട്ടൊക്കെ ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചു. അപ്പൊ സൂയിസൈഡ് എന്നൊക്കെയുള്ള മെന്റാലിറ്റിയിലോട്ട് വരെ പോയി. അടുപ്പിച്ച് ഭയങ്കരമായിട്ട് സ്റ്റാറ്റസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വെറുപ്പിക്കുന്ന സ്റ്റാറ്റസ് ആണ്. പുള്ളി എന്നും സ്റ്റാറ്റസ് കാണുന്ന എന്തിനാ ഇങ്ങനെ എടുത്ത് ഞാൻ ഈ വിഷമങ്ങളെല്ലാം പുള്ളിയോട് പറയും. പുള്ളി എല്ലാം കണ്ട് നീ അത് അങ്ങനൊന്നും ഇട്ട് പോകാനുള്ള ആളല്ല, നിന്നൊരു കഴിവുണ്ട്, പെണ്ണുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാവുന്നതല്ല, നിന്റെ കഴിവിനെ നീ പ്രോത്സാഹിപ്പിക്കുക, നീ നല്ലൊരു ആർട്ടിസ്റ്റാണ്, നിന്റെ ആ കഴിവിനെ നീ പുറത്തു കൊണ്ടുവരിക, അതിലൂടെ നീ ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തി രക്ഷപ്പെടാൻ നോക്കുക, അല്ലാതെ ഈ പെണ്ണും പിടക്കോയും കൊണ്ട് ധരിക്കരുത്, ഒരു പെണ്ണുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം നടക്കാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് അങ്ങനെ പുള്ളി അങ്ങനെ പറയുമ്പോഴൊക്കെ ഭയങ്കര ആശ്വാസം. ഇപ്പം ഈ പ്രോഗ്രാമിന് പോലും വരുമ്പോൾ ഞാൻ പുള്ളിയാണ് എല്ലാം വിളിച്ചിരുന്നെങ്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ. അപ്പൊ പുള്ളിയോട് ഞാൻ ഫോട്ടോ ഇട്ടെടുത്ത് പുള്ളിയായിരുന്നു നല്ല കുട്ടിയാണ്, ഞാൻ സംസാരിച്ചിട്ടൊന്നുമല്ല, പക്ഷെ നല്ല കുട്ടിയാ, നിനക്ക് ചേരും. കാരണം എന്നോട് പുള്ളി പറഞ്ഞത് എന്നെ കളിയൊക്കെ ഒന്നുമില്ല, നിറം ഒന്നിനും ഉദാഹരണമല്ല എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, ആ കുട്ടീനെ സ്വീകരിക്കണം, നല്ല കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഈ പുള്ളിയുടെ കാര്യത്തിൽ ഞാൻ പിന്നെ ഉറപ്പിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പിന്നെ അങ്ങനെ വന്നപ്പോ ഈ പെണ്ണ് പറഞ്ഞതിനകത്ത് ഒരു സിൻസിയർ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. കൂടുതൽ ആള് വേണമെന്നുള്ള ചിന്താഗതിയായിരിക്കും ആ കൊച്ചു നോക്കിയത്. പിന്നെ അതിന്റെ സ്വപ്നത്തില് അബ്രോഡ് പോകണം, അങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം, നമുക്കത് താല്പര്യമില്ല. അപ്പൊ പിന്നെ നല്ല ഫ്രണ്ടായിട്ട് തന്നെ പോവാൻ അങ്ങനെ. പിന്നെ ഒരു 8 മാസം എനിക്ക് ഇയാള് പറഞ്ഞിട്ട് ഞാനായിട്ട് കരഞ്ഞ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു പ്രണയം എനിക്കുണ്ടായിരുന്നു. ഞാനൊരു 8-9 മാസം ആളിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇപ്പൊ പറയും, നാളെ പറയും, മറ്റന്നാളിൽ പറയും പറഞ്ഞോണ്ട് നീണ്ടത്. പക്ഷെ 8-9 മാസമായിട്ട് ആളൊരു ഇഷ്ടമാണെന്നൊരു മറുപടി തന്നില്ല. അപ്പൊ അതിനിടയ്ക്ക് അവസാനം വന്നപ്പോ വീട്ടിലെന്തെങ്കിലും കല്യാണം കഴിക്കുന്നുള്ള ഭയങ്കര നിർബന്ധമുണ്ട്. അങ്ങനെയാണ് ഇയാളും ഞാനുമായിട്ട് കുറെ നാള് പിന്നെ ചാറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന്. പിന്നെ അവസാനം ഇയാൾ ഫേസ്ബുക്കിൽ ഒരിക്കല് എന്റെ ഇതിലൊരു റീപ്ലൈ തന്നപ്പോ ഞാൻ തീർച്ചയായിട്ടും മെസ്സേജ് ഇട്ടു. ആ മെസ്സേജ് ഇട്ടപ്പോൾ ഇഷ്ടത്തിനൊന്നും വീണ്ടും എന്നെ പ്രേമിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നൊന്നും അല്ല. പിന്നെ എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന് വീണ്ടും ചോദിച്ചു പോയല്ല, ജസ്റ്റ് വീണ്ടും ചാറ്റ് ചെയ്ത് പോയപ്പോ അന്ന് ഞാൻ പറഞ്ഞ ഇഷ്ടത്തിന് പുള്ളിക്കാരത്തി ഇപ്പോഴും ഒറ്റക്കാലം നിൽക്കുന്ന 3.5 വർഷം മുമ്പ് ഞാൻ ഇയാളോട് പറഞ്ഞ ഇഷ്ടം
പുള്ളിക്കാരത്തി നട്ട് നനച്ചൊരു മരമാക്കി എനിക്ക് വേണ്ടി ഇപ്പൊ വിഷ്ണുപ്രിയ പറഞ്ഞായിരുന്നില്ലേ, യെസ് പറയണമെങ്കിലും നോ പറയണമെങ്കിലും അതിനൊരു റീസൺ വേണമെന്ന്. അപ്പൊ ഈ യെസ് പറയാനുണ്ടായ റീസൺ എന്താ? എസ് പറയാൻ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാലോ ആളെ. പിന്നെ അത് മാത്രല്ല, ഇപ്പം പ്രപ്പോസ് ചെയ്ത സമയം തൊട്ട് ഇങ്ങോട്ട് പിന്നെ കേട്ടത് മൊത്തം നെഗറ്റീവാണ്. സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള, പ്രത്യേകിച്ച് ഗേൾസിന് ആളെ പ്രപ്പോസ് ചെയ്ത ആൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നെഗറ്റീവ്സാ കേട്ടത്. പക്ഷെ ആളുടെ സൈഡിൽ നിന്ന് റിയാക്ഷൻസ് ആണ് അതിനേക്കാളും കൂടുതൽ നമുക്ക് ഒരു എന്തോ പറയുന്നത്, എന്തോ ഒരു ഇത് തോന്നും നമുക്ക്. എന്നുവെച്ചാൽ ആരുടെ ശത്രുത അങ്ങനെയൊന്നുമില്ല. താൻ ചെയ്ത് തെറ്റാണെങ്കിൽ പോലും അതിനെ ഭയങ്കരമായിട്ട് എന്തോ പറയുന്നത്, വേറെന്തോ സംഭവങ്ങളൊക്കെ ആയിട്ട് അതിന് കുറച്ചുകൂടെ ആഡ് ചെയ്തൊക്കെ ചെയ്ത് എന്നോണെ അത് പറയുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും റിയാക്ട് ഒന്നും ചെയ്യാതെ ഞാൻ കൂളായിട്ട് അങ്ങ് പറയട്ടെ, കുഴപ്പമില്ല, ഫ്രണ്ട് അല്ലേ, അല്ലെങ്കിൽ എനിക്കറിയുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെ കൂളായിട്ട് വിടുന്ന ഒരു മൈൻഡ്, പിന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത്, അതൊക്കെ ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. വേറെ നെഗറ്റീവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ലേ, പോസിറ്റീവായിട്ട് മാത്രം എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. നെഗറ്റീവ് ആണ് ഏറ്റവും കൂടുതൽ കേട്ടത്. അപ്പൊ ആ നെഗറ്റീവ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരാനുള്ള റീസൺ. ഞാൻ എന്നെ കുറിച്ച് കാരണം എന്ന് പറയുമ്പോൾ നമുക്കൊരാളുടെ നെഗറ്റീവ് കൂടുതൽ അറിയാം, എന്നാൽ പോസിറ്റീവ് അങ്ങനെ കുറച്ചൊക്കെ അറിയത്തുള്ളൂ. എന്നാൽ നമ്മളെ ആളെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നുണ്ടോ അല്ലെങ്കിൽ അയാളുടെ ലൈഫിലോട്ട് നമ്മൾ പോകുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. കാരണം നമുക്ക് എല്ലാം നെഗറ്റീവും അറിയാം. അതുകൊണ്ട് തന്നെ വേറൊരാൾക്ക് വന്ന് നമ്മുടെ രണ്ടുപേർക്കിടയിൽ വന്നത് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇഷ്ടമാണെന്നുള്ളത് അങ്ങ് ഇതാക്കിയത്. പിന്നെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കാരണം പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്തിട്ട് പോയ ആളാ വഴി അങ്ങ് പോയല്ലോ. അപ്പം നമുക്കുള്ളതാണെങ്കിൽ കറങ്ങി തിരിച്ച് വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. ഫാമിലിയുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഫാമിലിയുടെ റെസ്പോൺസ് പറഞ്ഞാല്, ഞാന് ആദ്യം വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. വീട്ടിലൊന്നും പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല, ഈ കുട്ടി ഇതിന് മുമ്പിട്ടുണ്ടായിരുന്ന ഞാൻ കാത്തിരുന്ന ഈ കുട്ടിയുടെ കാര്യം ഞാൻ ഓൾറെഡി വീട്ടിലും ചേട്ടനും ഒക്കെ അറിയാം. എന്റെ മാവനോടാണ് ഞാൻ എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം ഷെയർ ചെയ്തത്. അപ്പം പറഞ്ഞുകൊണ്ട് അവര് എന്തായാലും പറയട്ടെ, മറുപടി പറയട്ടെ എന്നുള്ള ഇതിൽ അവര് അങ്ങനെ അതിലൊരു ഞാൻ ആ ആളിനി ഒന്നും പറയത്തില്ല എന്നൊരു ബോധം എന്റെ, കാരണം കാത്തിരുന്ന് ഞാൻ വെറുതെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് എനിക്കും ബോധ്യമായി. പിന്നെ ഞാൻ പെയ്യെ ആളിനോട് മെസ്സേജ് ഇപ്പം പിന്നെ ചാറ്റിങ് എല്ലാം പെയ്യെ ഞാൻ കുറച്ച് ബാക്കിലോട്ട് ഞാൻ എന്റെ വെച്ചാ ഇനിയിപ്പൊ പ്രേമൊന്നും വേണ്ട, പെണ്ണും പടക്കോടി ഒന്നും വേണ്ട, ഇനിയിപ്പം വിജയകൃഷ്ണൻ ചേട്ടൻ പറയുന്നത് നമ്മുടെ കഴിവുകൾ മാത്രം നോക്കി ഇങ്ങനെ ഒരു 1-2 ആഴ്ച അങ്ങനെ വിചാരിച്ചിങ്ങനെ പോയപ്പോഴാണ് ഇയാൾക്ക് മെസ്സേജ് ഇട്ട് ഇയാൾ എന്ത് ടെസ്റ്റ് പറയാൻ. പിന്നെ എനിക്ക് പിന്നെ അയാൾ എന്നെ, കാരണം എന്നെ അത്ര നെഗറ്റീവ് ആള് മനസ്സിലാക്കി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, പിന്നെ ഇന്ന ആളെ ഇഷ്ടപ്പെട്ടില്ല, ഇന്ന ആളോട് ഇങ്ങനെ പറഞ്ഞില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടാണ് എത്രയും വർഷം ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സൗന്ദര്യത്തിലല്ല എനിക്ക് കൂടെ വേണമെന്ന് തോന്നി. അപ്പൊ ആ ഒരു ഇഷ്ടം ജീവിതകാലം വരെ കൊണ്ടുവന്ന് ഞാനും തീരുമാനിച്ചു. വിഷ്ണുപ്രിയയുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു? അത് എന്റെ ഏട്ടൻ ഓൾറെഡി എന്റെ ഏട്ടനും നമ്മള് ഫ്രണ്ട്സ് ആണ് ഓൾറെഡി. ഏട്ടനും ഇവരുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മാറിയതാണ്. അപ്പോൾ പരസ്പരം അറിയാം. പിന്നെ സെയിം ഏജ് ആണ്. എന്നാൽ പോലും എൻ്റെ ബ്രദറിന് ആളുടെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. എന്നാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ഉള്ള. അപ്പം പ്രപ്പോസലിന്റെ കാര്യം അവരാണ് എൻ്റെ അടുത്ത്, ഞങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് ആണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി ഇവരെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അന്ന് ഞങ്ങൾ നോയും പറഞ്ഞ ലെസ്സും പറഞ്ഞില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരുന്നു. പിന്നീട് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഓക്കെ ആയിരുന്നു, അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ സൈഡിൽ നിന്നാണെങ്കിലും അവരൊക്കെ ഓക്കെ. ഞാനിത് ഇയാളുടെ ഫോട്ടോ ഞാൻ വീട്ടിൽ കാണിച്ച് അപ്പൊ ആദ്യം മാം പറഞ്ഞ എന്നാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അത് ഓക്കെ ആണല്ലോ, അവസാനത്തിനാണല്ലോ ഞാൻ പറഞ്ഞത്. ഇയാളെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ സംസാരിച്ചപ്പം അയാളും ഓക്കെ. കാരണം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള ആൾക്കാരും തന്നെ വീട്ടുകാരോട് കണക്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല ഇതുവരെ. സംസാരിച്ച ഇയാളോട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇയാൾ തന്നെ ഓൾറെഡി എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞപ്പോ മാവൻ ഓക്കെ കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ചേട്ടച്ചാരോട് പറഞ്ഞു. ചേട്ടൻച്ചാർ അടുത്ത സെക്കൻഡിൽ തന്നെ പുള്ളിക്കാരത്തിന്റെ വീട്ടിലോട്ട് വിളിച്ചപ്പോ അങ്ങനെ ഓക്കെ ആണെങ്കിൽ എന്താ പിന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ള തീരുമാനം വന്ന് അങ്ങനെ വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനായി. ഇനിയിപ്പോ കല്യാണത്തിന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ?
പ്ലാനിങ് എല്ലാം ഓൾറെഡി ഞങ്ങൾ എൻഗേജ്മെന്റിന് മുന്നേ സമയത്ത് ഡേറ്റുകളൊക്കെ എടുത്ത സമയത്ത് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചു. കാരണം എനിക്ക് ലീവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചു. ഇനി അങ്ങോട്ട് എല്ലാം ചെയ്താൽ മതി. സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ എവിടെയെങ്കിലും ചെറിയ ചടങ്ങായിട്ടാണോ അതോ അല്ല, ഏട്ടന്റെ ഫാമിലിയില് പിന്നെ അമ്മയുടെ ഏറ്റവും വലിയ ഡ്രീമാണ് ഏട്ടന്റെ മാരേജ്. ഞങ്ങൾക്ക് സിമ്പിളായിട്ട് നടത്തുന്നത് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് താലിയായിട്ട് അങ്ങനെ ചെന്നിട്ടൊരു ഫംഗ്ഷൻ അങ്ങനെ ഇതായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഡ്രീമാണ് വലിയ രീതിയിൽ നടത്തണം എന്നുള്ളത്. കുറേ ഗ്യാപ്പുകൾക്ക് ശേഷം വരുന്ന മാരേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുമാത്രമല്ല ഏട്ടൻ്റെ മാരേജും കൂടെ ആയതുകൊണ്ട് ഫാമിലി എല്ലാവർക്കും ഭയങ്കര ഒരു ഇതാണ്. അപ്പം നല്ല രീതിയിൽ നടത്തണമെന്നാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു പീസിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ കല്യാണം എല്ലാരും എന്റെ അച്ഛനമ്മയും മാത്രമല്ല, എല്ലാ ചേട്ടനും പെങ്ങന്മാരും എല്ലാവരും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇറങ്ങിയായിരുന്നു. അപ്പൊ എനിക്ക് വരുന്ന ആൾക്കാർ ഇപ്പൊ ഞങ്ങൾ സംഘടനയിൽ നിന്നാണെങ്കിലും പിന്നെ പാക്കോച്ചേട്ടൻ ചോറിച്ച് അങ്ങനെ എല്ലാരും വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊരു ചെറിയ രീതിയിൽ നടത്തുന്നതുകൊണ്ട് പോയതേ. അപ്പം കല്യാണം ഒന്നും ലൈഫിൽ ഒന്നല്ലേ ഉള്ളു. അടിപൊളിയായിട്ട് അങ്ങനെ നല്ല രീതിയിൽ നടത്താം. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഈ ബോഡി ഷെയ്മിങ്, കളറ്, അതിനപ്പുറത്തേക്ക് കാസ്റ്റിന്റെ ബേസിൽ പബ്ലിക്കിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങള് സെയിം കാസ്റ്റ് ആണോ? അത്ര വലിയ ഇതില്ലെങ്കിൽ ടച്ചിലെങ്കിലും കാസ്റ്റ് ഒന്നും ഒരു അല്ല, നിങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്, പബ്ലിക്കിൽ നിന്ന് അത്തരത്തിലുള്ള, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് ആരും കമന്റ്സ് ഒന്നും ഇടാറില്ല. കമന്റ്സ് ഇടുന്നത് കൂടുതലും പിന്നെ നിറത്തെ പറ്റിയിട്ടാണ്. പുള്ളിക്കാരിന്ന് അധികം ഫോക്കസ് ചെയ്യാറില്ല, നിഖിലിന്റെ ആണ് കൂടുതൽ. നിറം, എന്റെ ബോഡി അല്ലെങ്കിൽ എന്റെ ഈ രൂപം, ഇതൊക്കെയാണ് ഒരു മെയിൻ ആയിട്ട്. ആ ബോഡിയുടെ കാര്യം പറഞ്ഞു, താങ്കൾ എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഞാന് ഇപ്പോഴാണ് ഞാൻ ഇത്ര ഫാറ്റി ആയത്. ഞാനും 2 വട്ടം മിസ്റ്റർ കേരള അടിച്ചിട്ടുണ്ട്. ഒരു 1.5 വർഷമായിട്ട് ജിമ്മും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് നല്ല ഫുഡാണല്ലോ, അതിൻ്റെതായിട്ടുള്ള ഫാറ്റ് ആയതുകൊണ്ട്. ഒരു ആർട്ടിസ്റ്റ് ആണ്, ബോഡി ബിൽഡർ ആണ് അല്ലേ? അതിലുപരി അതെ, ഞാൻ നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ്. 95 കിലോ ആണ് ഞാൻ പൊക്കേക്കുന്നത്. ഞങ്ങളുടെ പൊക്കം കുറഞ്ഞ ഇതില് അത് പൊക്കം കുറഞ്ഞ അല്ല, പൊക്കം കുറഞ്ഞാലും പൊക്കം കൂടിയാലും 95 കിലോ തന്നെയല്ലേ അല്ലേ? എടുത്ത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഒരു ഡിസബിലിറ്റി പേഴ്സൺ എന്നുള്ള ടാഗ് ലൈനിൽ വന്നിട്ട് കളിയാക്കുന്നവർക്ക് അല്ല, അതിനു വേണ്ടി തന്നെയാ ഇത്. ശരിക്കും നമ്മൾ ഓഫ് ക്യാമറ സംസാരിച്ച കാര്യമാണ്. ഞാനത് ഇപ്പൊ പറയാൻ പറഞ്ഞത് അതിനു വേണ്ടി തന്നെ. 95 കിലോ എല്ലാവർക്കും 95 കിലോ ആണ്, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അവിടെ 10 കിലോ അരി നോക്കി കഴിഞ്ഞാൽ അവിടെ കിടക്കേണ്ടി വരും.